Hello everyone, so welcome back to my channel. So before begin this video, I just want to share that this video എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല, എസ്പെഷ്യലി ഫോർ സ്റ്റുഡൻസ്, ഡയാലിസിസ് ടെക്നീഷ്യൻസ്, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, അങ്ങനെയുള്ള കുറച്ച് വിഭാഗം ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ്. ഇതിനോട് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് ഈ വീഡിയോ കാണണം എന്ന് യാതൊരു നിർബന്ധം ഞാൻ പറയുന്നില്ല. ഒരു ചെറിയ ഡിസ്ക്ലൈമർ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഞാൻ എൻ്റെ കയ്യിലൊരു ചെറിയൊരു ഡയറി പിടിച്ചിട്ടുണ്ട്, കാരണം എനിക്ക് ഇതിവിടെ താഴെ വെക്കുകയാണെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും. So before begin, I'll just give a small introduction about myself. I'm Shakira. ഞാൻ എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഐ തിങ്ക് ഓൾമോസ്റ്റ് ഒരു 2-3 years ആവാൻ പോകുന്നു എന്ന് തോന്നുന്നു. ആൻഡ് ഈ ചാനലിൽ എൻ്റെ സ്ഥിരം കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ എന്നെ പറ്റി അറിയായിരിക്കും. ബട്ട് ഇഫ് യു ആർ ന്യൂ ഹിയർ, ഞാൻ ഇവിടെ ബഹ്റൈനിലെ ഒരു ഡയാലിസിസ് ടെക്നീഷ്യനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം, എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ 1-2 റീൽസ് പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് മെസ്സേജസും ഒരുപാട് എൻക്വയറീസ് എനിക്ക് വന്നു. സോ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ എനിക്ക് ഇതുവരെ ടൈം കിട്ടിയിട്ടില്ല. സോ ഐ തോട്ട് ഐ വിൽ മേക്ക് എ ലോങ് വീഡിയോ അബൌട്ട് ദിസ് ടോപ്പിക്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. ഈ വീഡിയോയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ എൻ്റെ ഒരു ജോബ് ഹണ്ടിങ് സ്റ്റേജിൽ എനിക്ക് അറിയേണ്ടിയിരുന്ന കാര്യങ്ങൾ, ഞാൻ സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ആൻ ഐഡിയ അബൌട്ട് ഹൗ യു ക്യാൻ ഗെറ്റ് എ ജോബ് ഇൻ GCC ആസ് എ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. സോ ലെറ്റ്സ് ബിഗിൻ. ഡയാലിസിസ് ടെക്നീഷ്യൻ്റെ കോഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കോഴ്സസ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലും ഔട്ട് ഓഫ് കേരളയിലൊക്കെ ഉണ്ട്. ഞാൻ പഠിച്ച കോഴ്സിനെ പറ്റിയിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്, കാരണം എനിക്ക് അതിലാണ് അത്ര ഷ്യൂരിറ്റി ആയിട്ട് പറയാൻ പറ്റുള്ളൂ. വേറെ ഏതെങ്കിലും കോഴ്സുകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ മീൻസ് ആ ഒരു ഓർഗനൈസേഷനെ പറ്റി എനിക്ക് അത്ര വലിയ നോളജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പഠിച്ച രീതിയും ഞാൻ പഠിച്ച എക്സ്പീരിയൻസും ആണ്. ഓക്കെ, സോ ഡയാലിസിസ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട് നാട്ടിൽ. വിച്ച് മീൻസ് ഡിപ്ലോമയുണ്ട്, BSc ഉണ്ട്. ഞാൻ പഠിച്ചത് 2018 to 2020 ബാച്ചായിരുന്നു, ഡിപ്ലോമയായിരുന്നു പഠിച്ചിരുന്നത്. അതിനു മുമ്പ് ഞാൻ BSc ഫിസിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് വേണം ആദ്യമേ തുടങ്ങാൻ. +2 കഴിഞ്ഞിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി ഓർ BSc ഇൻ ഡയാലിസിസ് ടെക്നോളജി. സോ ഞാൻ പറയാൻ പോകുന്നത് ഡിപ്ലോമയെ പറ്റിയാണ്. BScനെ പറ്റി ഞാൻ പറയാം, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. +2വിന് ശേഷം നമ്മളുടെ LBSൻ്റെ കാറ്റഗറിയിൽ അഡ്മിഷൻ സ്റ്റാർട്ടായി എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പോൾ, വിച്ച് മീൻ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നത് നമുക്ക് ഓൺലൈൻ വഴിയൊക്കെ ഇപ്പോൾ നോക്കാം. പണ്ടൊക്കെ പത്രത്തിൽ വരുമായിരുന്നു, അതല്ലെങ്കിൽ അക്ഷയയിൽ പോയി ചോദിച്ചാൽ അവർ പറയുമായിരുന്നു. സോ LBS കാറ്റഗറിയിലുള്ള അവരുടെ അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കോഴ്സിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. വിച്ച് മീൻസ് നമ്മൾ +2 ഒക്കെ കഴിഞ്ഞൊരു 3-4 മാസമൊക്കെ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഇവർ അഡ്മിഷൻ വിളിക്കുന്നത്. സോ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ +1 +2 ബയോളജി സയൻസ് ആയിരിക്കണം. അതിനുശേഷം നമ്മൾക്ക് ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാം. ഈ കോഴ്സിന് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളുടെ +2ൻ്റെ മാർക്ക് ലിസ്റ്റ് ഒക്കെ വെച്ചിട്ട് ഇവരൊരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിൽ തന്നെ പല കോട്ടാസൊക്കെ ഉണ്ട്. ഡിഫറെൻറ്റ് കോട്ടാസിലുള്ള റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഇവർ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നമ്മളുടെ റാങ്ക് എത്രയാണ്. ഇതനുസരിച്ച് നമുക്ക് ഏതൊക്കെ ഹോസ്പിറ്റൽസിൽ, ഏതൊക്കെ മെഡിക്കൽ കോളേജസിൽ നമുക്ക് ജോബ് കിട്ടും, നമുക്ക് കോഴ്സ് പഠിക്കാൻ സീറ്റ് കിട്ടും നമുക്കറിയാൻ പറ്റും. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയി കഴിഞ്ഞപ്പോൾ ഐ തിങ്ക് 635 ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെ ഒരു റാങ്ക് ആയിരുന്നു എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് നമ്മൾ അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത്. സോ ഞാൻ ഈ കോഴ്സ് വെച്ചത് മെഡിക്കൽ കോളേജ് കോട്ടയത്തായിരുന്നു ഞാൻ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇത് ഒരുപാട് ഗവൺമെൻറ് കോളേജിലുണ്ട്, അതാണ് ആദ്യം അറിയേണ്ടത്. ഗവൺമെൻറ് കോളേജ് പഠിച്ചാലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവില്ല, നമുക്ക് ഫീസായിട്ടൊന്നും തന്നെ പോവില്ല. നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണെങ്കിൽ മാത്രം ഹോസ്റ്റൽ ഫീസും കാര്യങ്ങളും കൊടുക്കേണ്ടി വരുള്ളൂ. അതല്ലാതെ നമ്മൾ അടയ്ക്കുന്ന ഫീസ്, ഐ തിങ്ക് അന്ന് ഞാൻ പഠിച്ച സമയത്ത് ഒരു വർഷത്തേക്ക് 6500, രണ്ടാമത്തെ വർഷം സെയിം 6500, അതിലും കൂടുതൽ എമൗണ്ട് നമുക്ക് സ്കോളർഷിപ്പായിട്ട് അവർ തിരിച്ചു തരും. അങ്ങനെയായിരുന്നു നമ്മൾ അന്നത്തെ ഫീസ് സ്ട്രക്ചർ. പക്ഷേ ഇത് പ്രൈവറ്റിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അന്ന് തന്നെ ഒരു വർഷത്തേക്ക് 75,000 അത്രയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ വർഷം കൂടുമ്പോഴും ഫീസ് സ്ട്രക്ചറൊക്കെ കാര്യങ്ങളും കൂടി വരും കേട്ടോ. നമ്മൾക്ക് റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ റാങ്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അലോട്ട്മെൻറ്റ് വയ്ക്കാം. അലോട്ട്മെൻറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ്, അലോട്ട്മെൻറ്റിന് മുമ്പുള്ള ഓപ്ഷൻസ് നമുക്ക് വയ്ക്കാം. സോ നമ്മളുടെ ഓപ്ഷൻസ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഗവൺമെൻറ് കോളേജസ് ഫസ്റ്റ് വയ്ക്കുക എന്നുള്ളതാണ്. ഗവൺമെൻറ് കോളേജസ് ഒക്കെ ഫസ്റ്റ് വയ്ക്കുക, അതിനുശേഷം സെൽഫ് ഫിനാൻസിങ് വയ്ക്കാം. അതിനുശേഷമായിരിക്കും ഇവരുടെ അലോട്ട്മെൻറ്റ് വരുന്നത്. അലോട്ട്മെന്റ് എന്ന് തന്നെയല്ലേ പറയുന്നത്? യെസ്, അലോട്ട്മെന്റ് വരുന്നത്. അങ്ങനെയാണ് നമ്മൾക്കൊരു സീറ്റ് കിട്ടുന്നത്.
അതാണ് നമ്മളുടെ എന്താണ് ഈ കോഴ്സ് പഠിക്കാനുള്ള ഒരു ക്രൈറ്റീരിയ. ഇതിൽ BSc-കാർക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ് മോസ്റ്റ്ലി നടക്കുന്ന ഒരു ക്രൈറ്റീരിയ. കാരണം ഞാൻ പഠിച്ചതാണ് എനിക്ക് പറഞ്ഞു തരാൻ അറിയുള്ളൂ കേട്ടോ. സോ അങ്ങനെ ഒരു ചെറിയൊരു ക്ലാരിറ്റി വരുത്താനുണ്ട് ഈ വീഡിയോയിൽ. പിന്നെ പറയാനുള്ളത്, ഡിപ്ലോമ ആണെങ്കിൽ നിങ്ങൾക്ക് 2 ഇയർ ആണ് ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. വിച്ച് മീൻസ് 2 ഇയർ പ്ലസ് 6 മന്ത്സ് ഇന്റേൺഷിപ്പ്. ചില ഹോസ്പിറ്റൽസിൽ 2 ഇയറിൽ തന്നെ ലാസ്റ്റ് ഇയർ അവർ ഇന്റേൺഷിപ്പായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസും ഉണ്ട്. സോ ബേസിക്കലി ഒരു 2 ഇയർ കോഴ്സാണ്. ഇതിൽ ഒരുപാട് സബ്ജക്ട്സ് കവർ ആവുന്നുണ്ട്. ബേസിക് അനാട്ടമി തൊട്ടിട്ട് ഫുൾ ഡയാലിസിസ് കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാൻ പോകുന്നത്. ഐ തിങ്ക് ഫാർമക്കോളജി കാര്യങ്ങളൊക്കെ BSc കോഴ്സ് പഠിക്കുന്നവർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് അതൊന്നും ഉണ്ടായിട്ടില്ല. സോ ഞാൻ DDT പഠിച്ച സമയത്ത്, അതായത് ഡിപ്ലോമ പഠിച്ച സമയത്ത്, ഞങ്ങൾ ലാസ്റ്റ് ഇയർ, അതായത് ഫൈനൽ ഇയർ ടൈമിലാണ് ഈ ഒരു കോഴ്സിന് ഇവർ BSc എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൊണ്ടുവരുന്നത് തന്നെ. സോ അതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല കേട്ടോ. വീണ്ടും ഞാനത് പറയാണ്. നെക്സ്റ്റ് തിങ്, വാട്ട് ടു ഡു ആഫ്റ്റർ യു കംപ്ലീറ്റിംഗ് യുവർ കോഴ്സ്. നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഏതൊരു കൺട്രിയിലും, മീൻസ് നാട്ടിൽ നമുക്ക് വർക്ക് ചെയ്യാൻ നമുക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നാട്ടിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. ഹോസ്പിറ്റൽസ് ഉണ്ട്, ഡയാലിസിസ് യൂണിറ്റ്സ് ഉണ്ട്. ഐ തിങ്ക് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഒരു ഡയാലിസിസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളത് ഡയാലിസിസ് ടെക്നീഷ്യൻസ് ആണ്. ഒരു ഡയാലിസിസ് യൂണിറ്റിൽ ടെക്നീഷ്യൻസും ഉണ്ടാവും, നേഴ്സസും ഉണ്ടാവും. നാട്ടിൽ ഏറ്റവും കൂടുതൽ ഒരു യൂണിറ്റിൽ ഉണ്ടാവുന്ന ടെക്നീഷ്യൻസ് ആണ്. 2 or 3 നഴ്സസ് ഒക്കെ ആയിരിക്കും മോസ്റ്റ്ലി ഉണ്ടാവാറുള്ളൂ. സോ നാട്ടിൽ നമുക്ക് ഈ കോഴ്സ് പഠിച്ചിറങ്ങിയതിന് ശേഷം തന്നെ നമുക്ക് ഇൻ്റർവ്യൂസിന് അപ്ലൈ ചെയ്യാം, നമുക്ക് ജോബിന് കയറാൻ പറ്റും. ഇനി മോസ്റ്റ്ലി എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ്, GCC കൺട്രീസിൽ ഈ ജോബ് കിട്ടുമോ, ഇത് ജോബ് കിട്ടാനുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, എലിജിബിലിറ്റീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ പേപ്പർ വർക്ക്സ്, ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ ആവശ്യമുണ്ട്, അതൊക്കെയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി വീഡിയോ കാണുന്നവരും ഈ ഒരു പാർട്ടിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നത്. നാട്ടിൽ 2 years ഓഫ് മിനിമം എക്സ്പീരിയൻസ് വേണം. ഞാൻ വർക്ക് ചെയ്യുന്ന ബഹ്റൈനിലാണ്. ഇവിടെ പറയാൻ പോകുന്ന കംപ്ലീറ്റ്ലി എങ്ങനെയാണ് ബഹ്റൈനിലെ റൂൾസും കാര്യങ്ങളും എന്നാണ്. മുമ്പ് പറയട്ടെ, ബഹ്റൈനിലെ റൂൾസും മറ്റു GCC കൺട്രീസിലെ റൂൾസും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഏതൊരു GCC കൺട്രീസിലാണെങ്കിലും മിനിമം 2 years ഓഫ് എക്സ്പീരിയൻസ് നമ്മൾ നാട്ടിൽ വേണം. അതിനുശേഷം നമ്മൾക്ക് ഇവിടെ ചെയ്യേണ്ട പ്രൊസീജിയറാണ് ഡേറ്റ ഫ്ലോ. വിച്ച് മീൻസ് ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ ഏജൻസിന് നമ്മൾ നാട്ടിലുള്ളവരോ ഇവിടെയുള്ളവരോ എവിടെയുള്ളവരോ ആണെങ്കിലും നമുക്ക് കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലെ സർട്ടിഫിക്കറ്റ്സ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, ലൈസൻസ് സർട്ടിഫിക്കറ്റ്സ്, അതുപോലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ്, ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഡേറ്റ ഫ്ലോ വെരിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്യണം. ഇങ്ങനൊരു ഏജൻസിക്ക് നമ്മൾ ഡേറ്റ ഫ്ലോ ചെയ്യാൻ കൊടുക്കുകയാണ്, നമ്മളുടെ സ്വന്തം പാർട്ടിൽ നിന്നാണ് കൊടുക്കുന്നത്. നമ്മളൊരു ഏജൻസിനെ, ഒരു നല്ലൊരു ഏജൻസിനെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അവരുടെ അടുത്ത് പറയുകയാണ്, ഞാൻ ഇന്ന ഒരു കൺട്രിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റ ഫ്ലോ ആണ് ചെയ്യേണ്ടത്. നമ്മളുടെ പാസ്പോർട്ട്, നമ്മുടെ അപ്ഡേറ്റഡ് CV, ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് 1 month ആണ് ഡേറ്റ ഫ്ലോൻ്റെ വെരിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അതിനും ഒരു ചാർജ് ഉണ്ട്. ഞാൻ ചെയ്ത സമയത്ത് ഐ തിങ്ക് ഒരു 35,000 ഒക്കെ അതിന് ചാർജ് വന്നിട്ടുണ്ട്. സോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുത്ത സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ജെനുവിൻ ആണ്, ഫേക്ക് അല്ല. നമ്മളുടെ എല്ലാ കാര്യങ്ങളും ക്രോസ് വെരിഫൈ ചെയ്ത് നമ്മളുടെ പ്രീവിയസ് എംപ്ലോയേഴ്സായിട്ട് കോൺടാക്ട് ചെയ്ത് അങ്ങനെ കംപ്ലീറ്റ് ആക്കുന്ന ഒരു പ്രോസസ്സാണ് ഡേറ്റ ഫ്ലോ വെരിഫിക്കേഷൻ. ബഹ്റൈനിൽ ജോബ് നോക്കാനായിട്ടുള്ള ആകെ ഉള്ളൊരു ക്രൈറ്റീരിയ നമ്മളുടെ കയ്യിൽ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഡേറ്റ ഫ്ലോ റിപ്പോർട്ട് വേണം എന്നുള്ളതാണ്. വൺസ് നമുക്ക് ഈ ഒരു ഡേറ്റ ഫ്ലോ റിപ്പോർട്ട് നമ്മളുടെ 1 monthനുള്ളിൽ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോബിനെ നോക്കാം. ദ നെക്സ്റ്റ് തിങ്, ഹൗ ടു ഫൈൻഡ് എ ജോബ് ഇൻ ബഹ്റൈൻ. ഈ ഒരു ഡേറ്റ ഫ്ലോൻ്റെ പോസിറ്റീവ് റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് ജോബ് പോർട്ടൽസ് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസി വഴിയോ നമുക്ക് ജോബ് നോക്കാൻ പറ്റും. ലിങ്ക്ഡിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും വർക്കാവാൻ വളരെ ചാൻസ് കുറവാണ്. കാരണം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. ബട്ട് മോസ്റ്റ്ലി ജോബ് കിട്ടാൻ എപ്പോഴും ഏറ്റവും എളുപ്പം നമ്മൾ ഡയറക്റ്റ് വന്ന് ജോബ് നോക്കുന്നതാണ്. സോ ഇൻ കേസ് നിങ്ങളുടെ കയ്യിലൊരു വിസിറ്റിംഗ് വിസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ജോബ് നോക്കാൻ പറ്റും. ബട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് വിസിറ്റിംഗ് വിസ ഉള്ളവർക്ക് ജോബ് കൊടുക്കുന്നത് വളരെയധികം കുറഞ്ഞു വരികയാണ്. കാരണം ഇവിടെ വിസിറ്റിംഗ് വിസയിൽ നിന്ന് ജോബ് വിസയിലേക്ക് മാറാൻ ഭയങ്കര ഒരു എമൗണ്ട് പേ ചെയ്യുന്നു വരുന്നുണ്ട്. അതുകൊണ്ട് മോസ്റ്റ്ലി ഇവിടെ ഉള്ളവരെ ലോക്കലി റിക്രൂട്ട്മെൻ്റ് ഒക്കെയാണ് നടക്കുന്നത്. അതല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിലെ ഏജൻസീസ്, അതായത് GCCയിലേക്ക് ജോബ് കൊടുക്കുന്ന ഏതെങ്കിലും ഏജൻസീസിനെ കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ. അതല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഏതെങ്കിലും ഫാമിലിയോ അല്ലെങ്കിൽ ഹസ്ബൻഡോ വൈഫോ ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഫാമിലി ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അവരുടെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ വരാൻ പറ്റുവാണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഓരോ ഹോസ്പിറ്റൽസിലും ഡയറക്റ്റ് പോയി
CV സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് വേ. അങ്ങനെ വരുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉള്ള കറൻ്റ്ലി ഉള്ള വേക്കൻസീസ് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. പെട്ടെന്നുള്ള ഇൻ്റർവ്യൂസിനെ പറ്റി നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇൻഫോർമേഷൻസ് കിട്ടും. അതുകൊണ്ട് എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഡയറക്റ്റ് CV ഡ്രോപ്പിംഗ് ആണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. അതല്ലെങ്കിൽ ഓരോ ഹോസ്പിറ്റൽസിൻ്റെ സൈറ്റിൽ പോയിട്ട് അവരുടെ HR-ൻ്റെ മെയിൽ ID അവിടെ ഉണ്ടാവും. സോ ആ മെയിൽ IDയിലേക്ക് നമുക്ക് ഡയറക്റ്റ് മെയിൽ അയക്കാം. ഇങ്ങനെയൊക്കെയാണ് ജോബ് നോക്കുന്നത്. വൺസ് നമ്മുടെ ഡേറ്റ ഫ്ലോ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ജോബ് നോക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങളെ ഒരു ഹോസ്പിറ്റലിൽ നോട്ടീസ് ചെയ്ത് നിങ്ങൾ ഇൻ്റർവ്യൂവിന് വിളിക്കുകയെന്ന് വിചാരിക്കാം. ഇൻ്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞ് വൺസ് യു ഗോട്ട് സെലക്റ്റഡ്, നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ തരുന്ന ഒരു ഓഫർ ലെറ്റർ ഉണ്ട്. സോ ആ ഓഫർ ലെറ്റർ വച്ചിട്ടാണ് നമ്മൾ ഇവിടുത്തെ ബഹ്റൈനിലെ ഹെൽത്ത് കെയർ ലൈസൻസ് എക്സാമിനേഷൻ എഴുതേണ്ടത്. മോസ്റ്റ്ലി എല്ലാ രാജ്യങ്ങളിലും നമുക്ക് നേരത്തെ തന്നെ നാട്ടിൽ നിന്ന് എക്സാം എഴുതിയിട്ട് വരാനുള്ള ഒരു രീതിയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ജോബ് കിട്ടിയാൽ മാത്രം എക്സാം എഴുതിയാൽ മതി. ജോബ് കിട്ടാനുള്ള ആകെയുള്ളൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ നോളജ് പ്ലസ് നമ്മുടെ കയ്യിലുള്ള ഡേറ്റ ഫ്ലോ റിപ്പോർട്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നമ്മളുടെ സെലക്ട് ആക്കി ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് സെലക്ട് ആയി അവർ തരുന്ന ഓഫർ ലെറ്റർ വെച്ചിട്ട് അവരാണ് നമ്മൾ ഗൈഡ് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൻ്റെ ടീമാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് നമ്മൾ എക്സാം എഴുതാനും കാര്യങ്ങളും. അതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പേ ചെയ്യണം. നമ്മൾ പുതുതായിട്ട് ലൈസൻസ് എടുക്കുന്ന ആൾക്കാരാണല്ലോ. സോ അതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷെ ബാക്കിയുള്ള പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരും. അങ്ങനെ നമ്മൾ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ് എടുക്കാം. അതിനുശേഷം നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ആക്കുക. നമുക്ക് നമ്മളിവിടെ ആയിരിക്കുമല്ലോ തന്നെ അതിനുള്ള സെൻറ്റേഴ്സും ടൈമിംഗ് ഒക്കെ നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് എക്സാം എഴുതുക എന്നുള്ളതാണ് നെക്സ്റ്റ് തിങ്. എക്സാം പാസ്സാവുക എന്നുള്ളതാണ് മെയിൻ തിങ്. പാസ്സായില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ്, ഐ തിങ്ക് 2 or 3 റിപ്പീറ്റഡ് അറ്റംപ്റ്റ്സ് ഉണ്ട്. അതിൽ കൂടെ പാസ്സായില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ജോബ് പോകും. അതല്ല എങ്കിൽ മോസ്റ്റ്ലി എല്ലാ ഹോസ്പിറ്റൽസും നമുക്ക് ട്രൈ ചെയ്യാനുള്ള അവസരം തരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബഹ്റൈനിലെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഒരു ലൈസൻസ് എടുക്കുന്നത്. ഇനി നമ്മളൊരു ഡയാലിസിസ് ടെക്നീഷ്യനായിട്ട് നമ്മളിവിടെ ജോബിന് കയറി കഴിഞ്ഞാൽ നമ്മളുടെ കരിയർ ഗ്രോത്തും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം, നമ്മളുടെ GCC കൺട്രീസിലും അതല്ലാതെ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിലൊക്കെ ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടാണ് ഇവർ റിക്രൂട്ട് ചെയ്യുന്നത്. അതായത് ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ഒരു ടെക്നീഷ്യനേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ മാക്സിമം 2, അതല്ലെങ്കിൽ മാക്സിമം 3. ഇതാണ് മാക്സിമം 3 വരെയുള്ള ഒരു ഹോസ്പിറ്റൽ എനിക്ക് അറിയില്ല. ഒരു യൂണിറ്റിൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല, നാട്ടിലെ നേഴ്സസ് ആണ് കുറവെങ്കിലും ഇവിടുത്തെ ഒരു യൂണിറ്റിൽ ഒരു 10 സ്റ്റാഫ് നേഴ്സസ് ഉണ്ടെങ്കിൽ ഒരു ടെക്നീഷ്യനേ ഉണ്ടാവുള്ളൂ. അതാണ് നമ്മളുടെ ഈ കോഴ്സിൻ്റെ ഏറ്റവും വലിയ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. നേഴ്സസിനെയാണ് അവർ കൂടുതൽ റിക്രൂട്ട് ചെയ്യുന്നത്. നേഴ്സസിന് തന്നെ മെഷീൻ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് അവർക്ക് പേഷ്യൻ്റ് കെയർ ഓൾറെഡി അറിയുന്ന ആൾക്കാരാണ്. സോ അവർ മെഷീൻ കെയറും കൂടെ പഠിപ്പിച്ചു കൊടുത്ത്, വിച്ച് ഈസ് മോർ ഈസി, പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് ഇവർ നമ്മുടെ യൂണിറ്റിൽ നമ്മുടെ ടെക്നീഷ്യൻ റേഷ്യോ അവർ കംപ്രസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡയാലിസിസ് ടെക്നീഷ്യൻസിന് വേക്കൻസി കുറവാണെന്ന് പലയിടത്തുനിന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇനി എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു എൻക്വയറിയാണ് അബൌട്ട് ദ സാലറി ആൻഡ് ദ ബെനിഫിറ്റ്സ്. സാലറി ഞാൻ ബഹ്റൈനിലെ കാര്യമാണ് പറയുന്നത്. നമ്മളൊരു ഡയാലിസിസ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ എന്തായാലും നമുക്ക് 2 year എക്സ്പീരിയൻസ് ഉണ്ടാവും. സോ ആ ഒരു എക്സ്പീരിയൻസ് നോക്കിയിട്ടുള്ള ഒരു സാലറി തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ നമ്മൾ ഫ്രഷർ ആണെന്നുള്ള ഒരു സാലറി സ്കെയിലായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. സോ എന്തായാലും ഒരു നല്ലൊരു ഹോസ്പിറ്റലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നാട്ടിലെ ഒരു INR വെച്ചിട്ട് എന്തായാലും ഒരു 1 lakh+ സാലറി നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടും. നമ്മളുടെ സ്കിൽസ് അനുസരിച്ചും എക്സ്പീരിയൻസ് ലെവൽ അനുസരിച്ചും നമ്മൾക്ക് കിട്ടുന്ന ജോബ് അനുസരിച്ചും മീൻസ് നമുക്ക് കിട്ടുന്ന ഹോസ്പിറ്റൽ അനുസരിച്ചും നമ്മുടെ സാലറി കൂടാം കുറയാം. എന്നാലും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. 1 lakh+ സാലറി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. പ്ലസ് നമ്മൾ ഫാമിലി അല്ലാതെ നാട്ടിൽ നിന്നൊക്കെ റിക്രൂട്ട് ചെയ്ത് വരുന്നവരൊക്കെ ആണെങ്കിൽ അക്കോമഡേഷൻ കാര്യങ്ങൾ മോസ്റ്റ്ലി എല്ലാ ഹോസ്പിറ്റൽസും പ്രൊവൈഡ് ചെയ്യും. പിന്നെ വിസ, അതുപോലെ തന്നെ നമ്മളുടെ മെഡിക്കൽ ഇൻഷുറൻസ് കാര്യങ്ങൾ, എയർ ടിക്കറ്റ് കാര്യങ്ങൾ, അതൊക്കെ പല ഹോസ്പിറ്റൽസും പലതാണ്. ബട്ട് എന്നാലും മോസ്റ്റ്ലി എല്ലാ കവറേജസും ഉള്ള ഒരു ഫെസിലിറ്റീസ് ഇവർ തരുന്നുണ്ട്. ദ നെക്സ്റ്റ് തിങ്, ദ മെയിൻ ചലഞ്ചസ് ഓഫ് വർക്കിംഗ് ആസ് എ ഡയാലിസിസ് ടെക്നീഷ്യൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയാലിസിസ് ടെക്നീഷ്യൻ എന്നുള്ളതിനുപരി ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഈ വീഡിയോ ഇവിടെ വരെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി റിലേറ്റ് ടു ദിസ്. നമ്മുടെ ഫാമിലി ലൈഫ് കുറവായിരിക്കും, നമ്മൾ ഭയങ്കര ടയേർഡായിരിക്കും, ലോങ് വർക്കിംഗ് അവേഴ്സ്, ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വളരെയധികം
ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചതും ഇതൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ ഈ ജോബ് ചെയ്യുന്നതും. സോ ഈ ജോബ് ഇഷ്ടത്തോടെ ചെയ്താൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ്. ഏതൊരു ജോബും അങ്ങനെയാണ്. പക്ഷെ അതല്ലെങ്കിൽ നമ്മൾ മെൻ്റലി നമുക്ക് വളരെയധികം മെൻ്റലി നമ്മൾ ഡൗൺ ആയി പോകുന്ന ഒരു ജോബാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഈസിയാണ്. ഒരു ഹോസ്പിറ്റൽ ജോബ് ഭയങ്കര ലക്ഷറി ആയിട്ട് വർക്ക് ചെയ്യുന്നു, കാര്യങ്ങൾ നല്ലൊരു സാലറി പാക്കേജ് എല്ലാം ഓക്കെയാണ്. നല്ലൊരു സാലറി പാക്കേജ് എല്ലാം ഓക്കെയാണ്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് കൂടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഈ കരിയർ ഗ്രോത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത്, ഡയാലിസിസ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡയാലിസിസ് യൂണിറ്റിൽ മാത്രം ചുരുങ്ങി പോകുന്ന ഒരു ജോബായിട്ട് നമ്മൾ കാണരുത്. നമുക്ക് അവിടെ ഒരു ജോബ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ജോബ് നോക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മെയിൻലി നമ്മളുടെ മെഡിക്കൽ കമ്പനീസ്, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് കമ്പനീസിൽ, അതുപോലെ ഡയാലിസിസ് മെഷീൻസ് സപ്ലൈ ചെയ്യുന്ന കമ്പനീസിലൊക്കെ നമുക്ക് ജോബ് കിട്ടും. പക്ഷെ ആ ജോബും നമ്മളുടെ ഒരു ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുമായിട്ട് നല്ല ഡിഫറൻസ് ഉണ്ടാകും. അതായത് മോസ്റ്റ്ലി അതൊരു മാർക്കറ്റിംഗ് ടൈപ്പ് ജോബായിരിക്കും. ആൾക്കാർ കൂടുതൽ ഏൺ ചെയ്യുന്നത് ആ ഒരു ഫീൽഡിൽ നിന്നാണ്. അതായത് മാർക്കറ്റിംഗ് ഫീൽഡ് അല്ലെങ്കിൽ മെഡിക്കൽ എക്യുപ്മെൻറ്റ് ഫീൽഡ്, എന്തെങ്കിലും സെയിൽസും കാര്യങ്ങളിലൊക്കെ ഉള്ളവരാണ് കൂടുതൽ ഏൺ ചെയ്യുന്നത്. നമ്മളൊരു ഡയാലിസിസ് ടെക്നീഷ്യനായിട്ട് ഒരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഹോസ്പിറ്റലായിട്ട് നമ്മളുടെ ഒരു പഠിച്ച രീതിയിൽ തന്നെ നമുക്കിങ്ങനെ വർക്ക് ചെയ്ത് പോവാം. ഏണിങ്സും കാര്യങ്ങളും കൂടുതൽ ഉണ്ടാക്കുന്നത് എൻ്റെ ഒരു നോളജ് അനുസരിച്ചിട്ട് ഒരു പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നവർക്കായിരിക്കും. പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. മീൻസ് എനിക്കതൊരു മാനസികമായിട്ട് എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഫീൽഡിലേക്ക് നോക്കാറില്ല. മോസ്റ്റ്ലി ഞാൻ ഒരു ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യാനാണ് എനിക്ക് ഇഷ്ടമുള്ളത്. സോ അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിലേക്ക് നോക്കുന്നില്ല. പക്ഷേ നിങ്ങൾ എസ്പെഷ്യലി ഇഫ് യു ആർ എ മെയിൽ കാൻഡിഡേറ്റ്, നിങ്ങൾക്ക് കൂടുതൽ മാർക്കറ്റിംഗ് ഫീൽഡിലേക്കാണ് താല്പര്യമെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ. ഐദർ യു ആർ മെയിൽ ഓർ ഫീമെയിൽ, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫീൽഡിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ ആരും പറഞ്ഞു തരാത്തൊരു കാര്യമാണ് ഡയാലിസിസ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ ഒരു യൂണിറ്റിലെ ഡയാലിസിസ് യൂണിറ്റിൽ മാത്രം ചുരുങ്ങി നിൽക്കുന്ന ഒരു ജോബ് അല്ല എന്നുള്ളത്. സോ ദിസ് ഈസ് എ ലാസ്റ്റ് ചാപ്റ്റർ ഓഫ് ദിസ് വീഡിയോ, വിച്ച് മീൻസ് മൈ പേഴ്സണൽ ജേർണി. എനിക്ക് എങ്ങനെ ബഹ്റൈനിൽ ജോബ് കിട്ടി എന്നുള്ളത്. ഇങ്ങനെ എനിക്ക് ജോബ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നാട്ടിൽ നിന്ന് എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ കുറേ കോഴ്സുകൾ പഠിച്ചിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ മെഡിക്കൽ കോഡിങ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. അതുപോലെ സർട്ടിഫിക്കേഷൻസിന് എനിക്ക് കുറവൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ മനസ്സ് അറിഞ്ഞ് പഠിച്ചതും എനിക്ക് വരുന്നൊരു കരിയറായിട്ട് ഞാൻ എടുക്കാൻ വേണ്ടി പഠിച്ച കോഴ്സ് ഇതാണ്. എനിക്ക് ഇതിൽ തന്നെ വർക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ആയിരുന്നു. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാനിവിടെ ഞാനിവിടെ ജോബ്സിന് അപ്ലൈ ചെയ്തത്. ഒരു 1 ഇയറോളം ഞാനിവിടെ ജോബിന് അപ്ലൈ ചെയ്തു. ഒന്നും തന്നെ കിട്ടിയില്ല. എനിക്ക് ഹസ്ബൻഡിൻ്റെ ഡിപ്പെൻഡൻറ്റ് വിസ ആയിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ ജോബൊക്കെ ഒരുപാട് ഹോസ്പിറ്റൽസിൽ അപ്ലൈ ചെയ്തിട്ടു. ഇവിടുത്തെ കുറച്ച് ഏജൻസീസ് ഉണ്ട്, അവരുമായിട്ട് കോൺടാക്ട് ചെയ്തു. ഒരു ഹോപ്പും ഇല്ല. ക്യാഷും കാര്യങ്ങളൊന്നും ഞാൻ ഒരു ഏജൻസിക്കും കൊടുത്തിട്ടില്ല. നമ്മൾ ഏതൊരു ഏജൻസിക്ക് കൊടുക്കുമ്പോഴും 2, 3, 4, 5, 6 പ്രാവശ്യം ചിന്തിക്കണം. അതല്ലാതെ നമ്മൾ ഒരാൾ പറഞ്ഞതിൻ്റെ അറിവിലൊന്നും പോയിട്ട് ആരും ക്യാഷ് കൊണ്ടേ കൊടുക്കരുത്. അത് എത്ര ജെന്യുവിൻ ആണെന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് ജെന്യുവിൻ ആണെന്ന് നോക്കാനൊക്കെ നമുക്ക് ഇതിനു മുമ്പ് ആരെങ്കിലും നിങ്ങളിങ്ങനെ ഈ സെയിം കോഴ്സിന് നിങ്ങൾക്ക് പുറത്ത് നിങ്ങൾ ആളെ വിട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ കോൺടാക്റ്റ്, അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കണം. നിങ്ങളിപ്പോൾ കറൻലി അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ആണെങ്കിലും കേട്ടോ. അങ്ങനെ ഞാനിവിടെ വന്ന് ഓൾമോസ്റ്റ് ഒരു 1 ഇയറോളം ഞാൻ ജോബ് സെർച്ച് ചെയ്തു. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലും ഞാൻ ഡയറക്റ്റ് CV സബ്മിറ്റ് ചെയ്തതാണ്. ഓൺലൈനിൽ കൊടുത്തു, ത്രൂ സൈറ്റ് വഴി കൊടുത്തു, HR മെയിൽ അയച്ചു, ഡയറക്റ്റ് പോയി CV ഡ്രോപ്പ് ചെയ്തു. ശരിക്കും എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ ഫെബ്രുവരിയിലാണ് ഈ ജോബിന് ഞാൻ CV സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകുന്നത്. എനിക്ക് ഇൻ്റർവ്യൂ കോൾ വരുന്നത് August 13 എനിക്ക് ഇൻ്റർവ്യൂ കോൾ വരുന്നത്. അത്ര നാളിന് ശേഷമാണ് അവിടെ ഒരു വേക്കൻസി വന്നത്. അപ്പോഴാണ് അവർ നമുക്കൊരു ഇൻ്റർവ്യൂ തന്നെ തരുന്നത്. ഞാൻ ഇന്ന് രാത്രി പ്ലാൻ ചെയ്യാണ്. ഞാൻ നാളെ എന്തായാലും നാട്ടിലേക്ക് പോവാണ്. അതിനുശേഷം ബാക്കി പ്ലാൻസൊക്കെ നാട്ടിൽ നിന്ന് വേറെ എവിടേക്കെങ്കിലും നോക്കാനോ ഫർദർ സ്റ്റഡീസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന പിറ്റേന്ന് രാവിലെയാണ് എനിക്ക് ഇൻ്റർവ്യൂ കോൾ വരുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ കോൾ വരുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുള്ള ഒറ്റൊരു കാര്യം, എനിക്ക് ആ ജോബ് വേണം. എനിക്കിതല്ലാതെ വേറെ ഓപ്ഷനില്ല. ദിസ് ഈസ് മൈ ലാസ്റ്റ് ഹോപ്പ് ഹിയർ. ഇനി വേറൊരു വേക്കൻസി വരാമെന്നുള്ളതോ അതല്ലെങ്കിൽ ഇതിനു വേണ്ടി ഞാൻ ഇനി ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക എന്നുള്ളതൊന്നും എൻ്റെ മൈൻഡിലില്ല. എനിക്കൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ജോബ് കിട്ടിയിരിക്കണം. അതായിരുന്നു എൻ്റെ മൈൻഡ്. ആ ഒരു ഓവർനൈറ്റ് കൊണ്ട് ഞാൻ കുറേ ഇരുന്ന് പഴയ ടെക്സ്റ്റ് ബുക്സ്, നോട്ട്സ്, PDF കാര്യങ്ങളൊക്കെ ഇരുന്ന് പഠിച്ച് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ആയി. ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിന് പോയി. അവിടെ 2 സെഷൻസ് ആയിരുന്നു ഉള്ളത്. ഒന്ന് നമ്മുടെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ, നെക്സ്റ്റ് വൺ ഒരു റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. സോ അത് രണ്ടിലും നമുക്ക് മോസ്റ്റ്ലി ചോദിച്ച കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാനതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വീഡിയോ ഭയങ്കര ലെങ്ത് ആയിപ്പോൾ.
നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ബേസിക് ആയിട്ട് ഡയാലിസിസ് റിലേറ്റഡ് കാര്യങ്ങൾ, ഡ്യൂറിങ് ഡയാലിസിസ് നടക്കുന്ന കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം റിട്ടൺ എക്സാമിനേഷനും കഴിഞ്ഞത് നെക്സ്റ്റ് ഡേ എനിക്ക് മെയിൽ വന്നു. നമ്മളുടെ 2 days നമ്മളുടെ ടെക്നിക്കൽ സ്കിൽസ്, നമ്മുടെ പ്രാക്ടിക്കൽ നോളജ് അറിയാൻ വേണ്ടിയിട്ട് 2 days ഒരു വോളണ്ടിയർ പോലെ നമുക്ക് ഹോസ്പിറ്റലിൽ വരണം. അവിടെ നമ്മളുടെ ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ അനാലിസിസ് നടക്കുമായിരിക്കും. അതിനുശേഷം ഞാൻ നെക്സ്റ്റ് 2 days ഞാൻ ഹോസ്പിറ്റലിൽ പോയി. പുതിയ മെഷീൻസ് ആണ്, നമ്മുടെ നാട്ടിലെ പോലെയല്ല, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയർ ആണ്. അവിടെ നിന്ന് ഒറ്റ ഒരു ദിവസം കൊണ്ട് മെഷീൻ പഠിച്ചു. സെക്കൻഡ് ഡേ പ്രാക്ടിക്കലായിട്ട് അവർ വന്ന് നമ്മളുടെ സ്കിൽസ് അസസ് ചെയ്തു, നമ്മളുടെ മെഷീൻ റിലേറ്റഡ് കാര്യങ്ങൾ, ചെറിയൊരു ഇൻ്റർവ്യൂ സെഷൻ പോലെ അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം ആഫ്റ്റർ 2 months ആണ് എനിക്ക് എൻ്റെ ജോബ് കൺഫർമേഷൻ്റെ മെയിൽ വരുന്നത്. എൻ്റെ ജോബ് റെഡിയായി, എനിക്ക് ജോബ് ഓഫർ ലെറ്ററിൻ്റെ മെയിൽ വരുന്നത്. ആൻഡ് ദാറ്റ് വാസ് ദ മൊമെൻറ്റ്. ഒരു ഹോപ്പില്ലാതെ എല്ലാം കളഞ്ഞ് ഒന്നും കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന അവിടത്താണ് എനിക്ക് ഈ ജോബ് കിട്ടിയത്. ഇത് എത്രത്തോളം പേർക്ക് റിലേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. മെയിൻലി എൻ്റെ ഈ കോഴ്സ് ചെയ്യുന്നവർക്കും ജോബ് നോക്കുന്നവർക്കും റിലേറ്റ് ആവും. ദാറ്റ്സ് 100% ഷുവർ. മറ്റുള്ള കോഴ്സുകൾക്കൊക്കെ ഒരുപാട് വേക്കൻസീസ് ഒക്കെ വരുന്നതാണ്. പക്ഷേ ഈ കോഴ്സിന് വളരെ റെയർ ആയിട്ടാണ് ഇങ്ങനെ വേക്കൻസീസ് വരുന്നത്. പക്ഷേ എന്നാലും ചിലവർ പറയും നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങൾ എന്തിനാണ് അവിടെ നിൽക്കുന്നത്, നാട്ടിൽ പോകാൻ പറയും. എന്നാലും ഞാൻ പറയും ട്രൈ അഗെയിൻ, ട്രൈ അഗെയിൻ, ട്രൈ അഗെയിൻ, അത്രേ പറയാനുള്ളൂ. നമ്മൾ ഒരിക്കലും ഹോപ്പ് വിടരുത്. നമുക്ക് എവിടെയെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് ഉണ്ടാവും നമുക്ക് പിടിച്ച് കയറാനായിട്ടുള്ളത്. സോ നിങ്ങൾ നിങ്ങളുടെ സ്ട്രഗ്ലിംഗ് ഫേസിലാണ് ഇപ്പോഴെങ്കിൽ ഡോണ്ട് ലോസ് ഹോപ്പ്. വൺ ഡേ ഡെഫിനറ്റ്ലി യു വിൽ ഓൾസോ ഗെറ്റ് യുവർ ഡ്രീം ജോബ്. പക്ഷെ നിങ്ങൾ ഒരിക്കലും തിരിച്ച് പുറകോട്ടേക്ക് നടക്കരുത്. So that's all about this video and I hope this video will help you well. ഇനി എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങളും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, കാരണം നമുക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡിനെ പറ്റിയിട്ട്. ഇൻ കേസ് ഇഫ് യു ഹാവ് എനി മോർ ഡൗട്ട്സ് ദെൻ ജസ്റ്റ് ടു കമൻറ്റ്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ടു സബ്സ്ക്രൈബ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.